എല്ലാവർക്കും നമസ്കാരം. ബ്രഹ്മരക്ഷസ് എന്ന മൂർത്തിയെക്കുറിച്ച് പലരും തെറ്റായി വ്യാഖ്യാനിക്കുന്നതുകൊണ്ട് ബ്രഹ്മരക്ഷസ് എന്ന മൂർത്തി ആരാണെന്ന് നമുക്ക് പരിശോധിക്കാം. ദുർമരണം സംഭവിച്ച ബ്രാഹ്മണൻ്റെ ആത്മാവാണ് ബ്രഹ്മരക്ഷസ് എന്നാണ് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നത്. എന്നാൽ അത് പരിപൂർണമായി തെറ്റാണ്. വേദോപനിഷത്തുകളും ഭഗവത്ഗീതയും ഒരു ഗുരുവിൽ നിന്ന് പഠിച്ചവർ ആത്മാവിന് പ്രത്യേകിച്ച് ജാതിയും മതവും ഒന്നും ഇല്ലെന്നും പരമാത്മാവിൻ്റെ അംശമായ ആത്മാവ് എല്ലാ മനുഷ്യരിലും ഒരുപോലെയാണെന്നും നശിക്കാത്തതാണെന്നും പരിശുദ്ധമാണെന്നും മനസ്സിലാക്കുന്നു. ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ജനിക്കുന്നതുകൊണ്ട് ആത്മാവിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എല്ലാവരും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വേദാന്ത സത്യമാണ്. ഒരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവ് സൂക്ഷ്മകാരണ ശരീരങ്ങൾക്കുള്ളിൽ അയാളുടെ ശുഭാശുഭ കർമ്മങ്ങൾക്കനുസരിച്ച് ഭൂമിയിൽ പുനർജന്മം എടുക്കുന്നതുവരെ ഓർമ്മ നഷ്ടപ്പെട്ട് പരലോകത്ത് പരിപൂർണ നിദ്രയിൽ ലയിക്കുന്നു. നിദ്രയിൽ ലയിക്കാതെ സൂക്ഷ്മലോകത്ത് വസിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഈശ്വരനെ ശരിയായ രീതിയിൽ ജപവും ധ്യാനവും ചെയ്ത പുണ്യവും ധർമ്മവും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സൂക്ഷ്മലോകത്ത് ഓർമ്മ ഉണ്ടായിരിക്കുകയില്ല. ബ്രഹ്മരക്ഷസ് ഒരു സൂക്ഷ്മലോക ജീവിയാണ്. ഒരു വലിയ പൂച്ചയുടെ ആകൃതിയുള്ള ഒരു വികൃത സത്വമാണ് ബ്രഹ്മരക്ഷസ്. രജസും തമസും ചേർന്നതാണ് ബ്രഹ്മരക്ഷസിൻ്റെ സ്വഭാവം. തപസ്സും ധ്യാനവും ചെയ്യുന്നവർക്ക് ബ്രഹ്മരക്ഷസിനെ ഇപ്രകാരം കാണാൻ സാധിക്കും. ഒരു സംശയവും വേണ്ട. മനുഷ്യർ ആത്മജ്ഞാനത്തിനെ ബ്രഹ്മരക്ഷസിനോട് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ഇല്ല. ബാധാമൂർത്തിയായ ബ്രഹ്മരക്ഷസിനെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ത്രിഗുണങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യവും വിശ്വാസവും മാത്രമാണ്. ബ്രഹ്മരക്ഷസിനെക്കുറിച്ച് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹരി ഓം തത്സത്.